ഹലോ ഗായ്സ്, ഇന്നത്തെ വ്ലോഗിൽ നമ്മളിവിടെ കഴിഞ്ഞ 2-3 ദിവസം മുന്നേ ജിൻസിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ജിൻസിനെ അറിയാമെന്ന് കരുതുന്നു. നമ്മുടെ മറ്റേ വിന്റർ വണ്ടർലാൻഡിന്റെ വീഡിയോക്കകത്ത് അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക്, അത് പോയി കാണുന്നവർ കണ്ടോ. ആ വിന്റർ വണ്ടർലാൻഡിന്റെ വീഡിയോക്കകത്ത് ഈ ചിക്കൻ കോട്ടേജ് എന്ന് പറഞ്ഞ കടയെ പറ്റി റിവ്യൂ പറഞ്ഞ അവന്റെ ബർത്ത്ഡേ ആയിരുന്നു ഈ കഴിഞ്ഞിടയ്ക്ക്. അന്നേരം അതിന് പോയതും പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. വീഡിയോ കാണാൻ മനസ്സിലാവും. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് മിന്നൂട്ടിയൊക്കെ അവിടെ എത്തതുള്ള മിന്നൂട്ടി മെബു അവിടെ വരും. പിന്നെ അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലുക. ഹലോ ഗൈസ്, ഞങ്ങൾ എത്തി. ചിബിയച്ച് ചട്ടിയോട്ട് ഓടുന്നു. ഞങ്ങൾ അങ്ങനെ ഫൈനലി വീട്ടിലെത്തി. ലുക്കാണോ വീഡിയോക്കകത്ത്? മേക്കപ്പ് ഒക്കെ ഇട്ടോണ്ട് വന്നേക്ക് പണിക്ക് പോകുന്നവളാ. ഞാൻ പണിക്കുമ്പോ മേക്കപ്പ് ഇടലുണ്ടല്ലോ. ജോലിക്കാണല്ലോ. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. അന്ന് കണ്ട കഥയാണ് നോക്കുന്നത്. ക്രിസ്മസിന്റെ അതേ വീട്, എല്ലാം അത് തന്നെ. നിങ്ങൾ കാണൂ. അത് അപ്പൊ ഒന്നും കണ്ടില്ല ഗൈസ്. കണ്ടു സൺകിസ്. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് വയറ് ഫുള്ളായി. അങ്ങനെ ഞങ്ങള് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവാണ്. വീഡിയോ എടുത്ത് നടക്കുകയാണ്. ഇല്ല, ഓഫ് ആക്കൂല. ഇത് ഡെയിലി വ്ളോഗ്, അപ്പം ഇങ്ങനെ ഓണാക്കി വെച്ചോണ്ടേ ഇരിക്കും. ഓണാക്കാതെ എടുക്കാനായിരുന്നു പ്ലാന്. നീ അറിയാതെ വീഡിയോ എടുക്കാൻ. ഞങ്ങൾ മുടി വെട്ടാൻ പോകുന്നു. ജിൻസിന്റെ ബർത്ത്ഡേ ആഘോഷങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ അതല്ല പറഞ്ഞതാണ്. അത് ഫുഡ് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മുടി വെട്ടാൻ പോവാണ്. ജിൻസിന് എനിക്ക് മുടി വെട്ടണം. കള്ള മെബു ഒറ്റയ്ക്ക് പോയി വെട്ടി. പഞ്ചാബിയുടെ വരെ പപ്പ് കൊണ്ടും കൊടുത്താൽ മുടിയും. പക്ഷെ ജിൻസിനെ പറ്റിക്കുകയും ചെയ്ത്. ജിൻസ് ഒപ്പം വരാന്ന് പറഞ്ഞ് വന്നില്ല. ഒപ്പം വരാന്ന് പറഞ്ഞ് പുറകെ വന്നു. അപ്പൊ നീ പറഞ്ഞു നീ അന്നില്ലെന്ന് പറഞ്ഞു. ഏട്ടൻ അനിയന്മാര് ഒരേ ജാക്കറ്റാണ് രണ്ടുപേരും. ഇച്ചിരി സീനാണ്. ഒരേ ജാക്കറ്റ് ചെറുപ്പം മുതലേ അങ്ങനെയാണെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ യൂട്യൂബിലെ മെയിനായ മിന്നൂട്ടി ജോലിക്ക് പോയി. പാവം വിഷമിച്ചാണ് പോയത്. ഞങ്ങളൊക്കെ ഇവിടെ ഒരുമിച്ച് ഇങ്ങനെ നിൽക്കുന്ന. അവൾ ഒറ്റയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടൈം നോക്കി ഇരിക്കുവായിരുന്നു. ഞങ്ങള് സിനിമ കണ്ടോണ്ടിരുന്നപ്പം 5 മിനിറ്റ് കൂടുമ്പോ ഫോൺ എടുത്ത് നോക്കും. പോവാൻ സമയമായപ്പോഴത്തേക്ക് പാവം ഓടിപ്പോയി. മുഖം കണ്ടിട്ടാണ് വിഷമം വന്നത്. ഞങ്ങൾ നേരെ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ മുടി വെട്ടാൻ പോകുന്നു ഗൈസ്. മുടി വെട്ടാൻ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. യൂത്ത് ബസ് ജിൻസിനെ മുടി വെട്ടാൻ കയറ്റി. ഫ്രണ്ട് ചെറുതാക്കെന്ന് പറഞ്ഞപ്പോ ജീൻസിന്റെ മുഖം മാറി ഗൈസ്. ഫ്രണ്ട് ചെറുതാക്കാന്ന് പറഞ്ഞപ്പോ ഈ ജിൻസിന്റെ മുഖം മോളിന്ന് എടുക്കട്ടെ എന്ന് വെച്ച പോലെ അവന്റെ മുഖം മാറി ചെറുതായിട്ട്. എന്തോ ചെയ്യാനാ. സജ്ജി പ്രാർത്ഥിക്കുവാണ്. എല്ലാം ഈ മുടിവെട്ടുകാരുടെ കയ്യിലാണ്. ഇനി സന്തോഷവും സങ്കടവും.
ജിൻസ് അറിയാണ്ട് ജിൻസിന്റെ ബർത്ത്ഡേ ചെറിയ അതെഴുതി കൊളമാണ് പൊടിച്ച് ഉമ്മയോട് പെട്ടെന്ന് ഹാപ്പി ബർത്ത്ഡേ ജിൻസ് ഹാപ്പി ബർത്ത്ഡേ ജിൻസ് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ജിൻസ് ജിൻസിനെ കൊടുത്തായിരുന്നു കേട്ടോ, നമ്മൾ എടുക്കാൻ മറന്നുപോയി. എന്താണ് ജിൻസ്? 19 കില്ല് ഡിന്നർ, 15 ഡിന്നർ അടിച്ച് ഞാൻ മൊട്ടയടി അടിച്ചില്ലേല് ഇവ മൊട്ടയടി. വെല്ലുവിളിക്കാണ് ജിൻസ്. അപ്പൊ ഗൈസ് ഇവിടെ ഒരു ചെറിയ പണിവാലില് നോക്കായിട്ടുണ്ട്. നമ്മളെ പ്രിയ താരം ജിൻസാണ് നോക്കാറുണ്ട്. ഞാനൊരു ഷേവിംഗ് സെറ്റ് ട്രിമ്മർ എടുത്തോണ്ടോ മൊട്ടടിച്ചിട്ട് വേണത്തുള്ളൂ. അപ്പൊ പോവല്ലേ? ഇല്ല ബ്രോ ഞാൻ ഒറ്റ കളിയെടുത്തത്. ഇനിയിപ്പൊ കരയാൻ അതേ വഴിയുള്ളൂ. നമ്മളെടുത്തോണ്ടോ ബ്രോ മൊട്ട അടിച്ചിട്ട് പോയാ മതി, പിന്നെ എനിക്കൊരു സന്തോഷം.